മൃതദേഹം സംസ്കരിക്കാനിടമില്ലാതെ പാലക്കാട് നഗരനിവാസികൾ. നഗരസഭയ്ക്ക് കീഴിലെ 2 വൈദ്യുതി ശ്മശാനങ്ങളുടെയും പ്രവർത്തനം നിലച്ചു. നഗരസഭയുടെ ജൈനിമേട്ടിലെ വൈദ്യുതി ശ്മശാനം തകരാറിലായിട്ട് 4 വർഷമായി. മെഡിക്കൽ കോളേജിന് സമീപത്തെ വാഴേക്കാട് ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ടും മാസങ്ങളായി. സംസ്കരിക്കാൻ ഇടമില്ലാത്തതിനാൽ മൃതദേഹം ദിവസങ്ങളോളം ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടി വരുന്നതായി നാട്ടുകാർ പറയുന്നു. പ്രതികരണം: ആ രണ്ടും ബ്ലോക്കാണ്. അതെന്താണെന്ന് അറിയില്ല. അവരത് ശരിയാക്കുന്നുമില്ല. ബാക്കിയുള്ളത് ചന്ദ്രനഗറിലാണെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥ. അവിടെ 2 ഫർണസ് ഉണ്ട്, അതിൽ 1 കേടാണ്. ഇനിയിപ്പോൾ അത് നേരാക്കണം പറഞ്ഞാൽ അവർ ഒരു ദിവസം കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കിയിട്ടെന്നാണ് പറയുന്നത്. ഇത് ഒരു ദിവസം ബ്ലോക്ക് എടുക്കുന്ന അന്ന് സംഭവിച്ച മരണങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിന് അവർ അടിയന്തരമായിട്ടും ഒരു നല്ലൊരു സൊല്യൂഷൻ കണ്ടിട്ട് ഈ മുനിസിപ്പാലിറ്റിക്കും ഗുണകരമാകുന്ന ഒരവസ്ഥയിൽ എത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മരണപ്പെട്ടു പോയാൽ അവർക്ക് സംസ്കരിക്കണമെങ്കിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പാലക്കാട് നഗരത്തിനുള്ളത്. വലിയ വികസന നേട്ടങ്ങൾ അവകാശപ്പെടുന്ന പാലക്കാട് BJP ഭരണത്തിന് കീഴിലാണ് ഈ പാലക്കാട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അത് ഗുണനിലവാരമില്ലാത്ത മെഷീനറികൾ പർച്ചേസ് ചെയ്യുന്നത് മൂലമാണ് ഇത്തരത്തിൽ വാതക ശ്മശാനം ഇടയ്ക്കിടെ പണിമുടക്കേണ്ടി വരുന്നത്. ഇക്ബാൽ ഇറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, എന്താണ് സംഭവിക്കുന്നത്? ഈ പല ശ്മശാനങ്ങളിലും വേണ്ടത്ര സംവിധാനങ്ങളില്ലെന്ന് മനസ്സിലാക്കുന്നു. ക്യൂവിലാണോ മൃതദേഹങ്ങൾ? അരുൺ, നമ്മൾ ആശുപത്രിയിൽ ചികിത്സ തേടി പോകുമ്പോൾ എങ്ങനെയാണ് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്ത് കാത്തിരിക്കുക? ആ അവസ്ഥയിലാണ് ഇപ്പോൾ പാലക്കാട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി ബന്ധുക്കൾ ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്നത്. കാരണം പാലക്കാട് നഗരത്തിൽ തന്നെ 2 വൈദ്യുതി ശ്മശാനങ്ങളാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ സ്വന്തമായിട്ടുള്ളത്. ഒന്ന് ജൈനിമേട്ടിലാണ്, മറ്റൊന്നുള്ളത് മെഡിക്കൽ കോളേജിന് സമീപത്ത് വാഴക്കോടാണ്. ജൈനിമേട്ടിലെ ഈ വാതക ശ്മശാനം തകരാറിലായിട്ട് ഏകദേശം 4 വർഷമാകുന്നു. ഇതുവരെയും ആ ശ്മശാനത്തിന്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. വാഴക്കോട് വൈദ്യുതി ശ്മശാനത്തിലെ പ്രവർത്തനം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഫർണസ് കേടായിട്ട് ഇപ്പോൾ 4 മാസമാവുന്നു എന്ന് ആ വാർഡ് കൗൺസിലർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പ്രവർത്തികളൊന്നും പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തകരാറ് പരിഹരിക്കാൻ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. സമീപത്ത്, അതായത് നഗരസഭ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളത് പിന്നീട് മരുത റോഡ് പഞ്ചായത്തിന്റെ ചന്ദ്രനഗറിലുള്ള വൈദ്യുതി ശ്മശാനമാണ്. അവിടെയാണെങ്കിൽ 2 ഫർണസ്